വേണമെന്നാ പേര്. കാലിൽ നിന്നുള്ളത് വിളിപ്പേര്. അത് നാട്ടുകാരിട്ടത്. മരിക്കോ ജീവിക്കോ എന്നറിയാതെ ഊർദ്ധശ്വാസം വലിച്ചു കിടക്കുന്നവർക്ക് വേണു വന്നൊന്ന് വെള്ളം തൊട്ട് കൊടുത്താൽ മതി. മരണം ഉറപ്പാ. മോനെ, നിനക്ക് വിഷമമായി എന്ന് എനിക്കറിയാം. എന്നാലും നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ അച്ഛനോട് ഈ കിടക്കുന്ന അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല പുണ്യപ്രവൃത്തിയാണ്. വീണുമായിരുന്നു. നീ എപ്പോഴാ വന്നത്? കുറച്ചു നേരമായി. കുറെ കാലമായല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു? അന്നത്തെ പണി കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം ഒളിവിൽ പോകേണ്ടി വന്നു. പണിതോന് ഇത്തിരി പിടിപാടുള്ളവനായിരുന്നു. നമ്മുടെ പാർട്ടിക്കാരും അത്ര മോശമായിരുന്നില്ല. കാശിറക്കി കേസൊതുക്കി. വേണു ഒന്നും പറയണ്ട. പറയാൻ പോണത് എന്താന്ന് എനിക്കറിയാം. ഞാൻ നന്നാവില്ല വേണു. എനിക്ക് നന്നാവാൻ പറ്റില്ല. എന്നെ നന്നാക്കില്ല. ഇതേതാ സ്ഥലം? ഇതിവിടുത്തെ പൊതുശ്മശാനമാ. പണ്ട് ഇവിടെയായിരുന്നു എല്ലാവരും മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നത്. ഇപ്പൊ എല്ലാവരും ടൗണിലെ വൈദ്യുതി ശ്മശാനത്തിലേക്കായി പോക്ക്. വാ. ഇവിടെ ഇപ്പോൾ അജ്ഞാത ശവങ്ങളും തീരെ പാവപ്പെട്ടവരുടെ മൃതദേഹങ്ങളും മാത്രമേ സംസ്കരിക്കാറുള്ളൂ. നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? എടാ, കാലം വേണു ഇവിടെയല്ലേ ഉള്ളത്. ഈ ശ്മശാനത്തിന്റെ നോട്ടക്കാരൻ വേണുവാ. നിങ്ങൾ വാ, കാലിന് അവിടെ കാണും. ആ, ഞങ്ങള് കാലിനെ അല്ല വേണുവിനെ കാണാൻ വന്നതാ.
ആ ഹേയ്, വേണു ഇയാള് ആ അറിയാം, രാഘവാരുടെ മകൻ. ആഹാ. എനിക്ക് നിങ്ങളെ മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാവരെയും അറിയാം. പക്ഷേ എന്നെ ആർക്കും അറിയില്ല. വേണുവിന് ഈ നാട്ടുകാരെ മുഴുവൻ അറിയാവുന്ന സ്ഥിതിക്ക് എളുപ്പമായി. രാഘുവാര് എൻ്റെ അളിയനാ. അദ്ദേഹം കുറച്ചു ദിവസമായി കിടപ്പിലായിട്ട്. വൈദ്യന്മാരും ദൈവങ്ങളും കൈയൊഴിഞ്ഞ അവസ്ഥയില. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അറിയാൻ മേലത്തതുപോലെ കിടപ്പില ഇവൻ്റെ അച്ഛൻ. വേണു വീട് വരെ ഒന്ന് വരണം. നാല് മണി കഴിഞ്ഞ് അസ്തമനത്തിന് മുന്നേ ഞാനെത്തും. വീട്ടിൽ ചെന്ന് ഓട്ടുകിണ്ടിയിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ തുളസിയിലോട്ട് വെക്കണം. പൊക്കോളൂ. ആ വേണുവിന്റെ കൂടെയുള്ള ആളാരാ? എവിടെയോ കണ്ട് നല്ല പരിചയം. പത്രത്തിലിടക്കൊക്കെ ഫോട്ടോ വരണതാ. പത്രത്തിലോ? അയാളാണ് രവി, ഇരുമ്പ് രവി, അറിയപ്പെടുന്ന ഗുണ്ടയാ. അത് ശരി. അപ്പൊ ഇവരൊക്കെ ആയിട്ടാണ് വേണുവിന് കമ്പനി അല്ലേ? നിങ്ങൾ അറിഞ്ഞിരുന്നോ നമ്മുടെ രാഘവവാര്യരുടെ കാര്യം? വയ്യാണ്ട് കിടക്കല്ലേ? ആ, വയ്യാണ്ട് കിടക്കൊന്നുമില്ല, വേറായിന്ന കേട്ടെ. ഞാൻ കഴിഞ്ഞ മാസം പോയി കണ്ടിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എന്നെ ഓർമ്മയും കൂടെ ഉണ്ടായിരുന്നില്ല. വയ്യാന്ന് കിടക്കാന്ന് അറിഞ്ഞു. ഇത്രക്ക് സീരിയസ് ആണെന്ന് അറിഞ്ഞില്ല. ഒന്ന് പോയി കാണായിരുന്നു. പോവാച്ചാൽ ഇപ്പൊ പോണം. അല്ലേലേ രാഘവവാര്യെ പറഞ്ഞു വിടാനായിട്ട് കാലം വേണു പറഞ്ഞുണ്ട്. കാലം വേണു? ആ, വാരി 2 ആഴ്ചയായത്രേ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാണ്ട് കിടക്കണ്. ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞു എന്ന്. നമ്മുടെ രാജൻ പണിക്കരുടെ ക്രിയയെ ഏറ്റില്ലാന്ന്. തന്നോടാരാ പറഞ്ഞു? രാഘവവാര്യരുടെ അളിയൻ കുറച്ചു നേരത്തെ ഇവിടെ ചായ കുടിക്കാൻ വന്നിരുന്നു. അങ്ങേരാ വിവരം പറഞ്ഞത്. വാര്യരുടെ കിടപ്പ് കണ്ട സഹിക്കൂലെന്ന്. അപ്പോ വൈകിട്ട് കാലം വേണു വരണുണ്ടല്ലേ? സംശയമുണ്ടോ? കാലം വേണ്ടി നമ്മുടെ ഭാര്യ പറഞ്ഞുവിടാൻ പോവാ. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. നാല് മണിക്ക് എത്തുന്നല്ലേ പറഞ്ഞത്? ഇതുവരെ എത്തിയില്ലല്ലോ. കാലം വേണു വന്നു. എവിടെയാ? അകത്താ. നീ അകത്തോട്ട് ചെല്ലേ. ചെല്ലെന്നേ.
തന്റെ കാര്യം തീരുമാനമായിന്ന് തോന്നണേ. വേണു നോക്കണുണ്ട്. എന്റെ ഭഗവതി കാത്തോണേ. വേണോ 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 നിന്നേ. വേണ്ട. ആ അങ്ങനെ പറയല്ലേ വേണു, ഇത് വാങ്ങണം. നിർബന്ധമാണോ? അതെ. ദാ. ഏതായി ഭാഗ്യവാൻ? കോളനിയിലെ തെങ്ങേറ്റക്കാരൻ ഗോപി. ആ എനിക്ക് തോന്നി കോളനിയിൽ ആരെങ്കിലും ആയിരിക്കും. അല്ലാതെ കാശുകാരും കൂടി വരില്ലല്ലോ. അവർക്കൊക്കെ ടൗണിൽ വൈദ്യുതി ശ്മശാനം ഉണ്ടല്ലോ. ഇവിടെ കത്തി തീർന്ന അവർക്കൊക്കെ കുറച്ചില്ലല്ലേ. ഏതാ ഈ ശകടം? ഞാൻ വാങ്ങിയതാ, ഇത്തിരി പഴയതാ. കഴിഞ്ഞ ആഴ്ച ഒരു തന്റെ കൈയും കാലും തല്ലി പിടിച്ചിരുന്നു. അതിന്റെ കാശിപ്പഴാ കിട്ടിയത്. കിട്ടിയ ഉടനെ ഇവനങ്ങ് വാങ്ങിച്ചു. ഈ മേഖലയിലെ ഒരു വണ്ടി ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ദാ, നീ ഒന്നും പറയണ്ട, ഞാൻ നന്നാവില്ല. നിങ്ങളുടെ ഒന്നും വാങ്ങിക്കുടിക്കരുതെന്നാ ആൾക്കാർ പറയണേ. എന്നാ നീ കുടിക്കണ്ട. അല്ലെങ്കിലും ഞാൻ വെള്ളം തന്ന് നിന്നെ കൊല്ലുമെന്ന് വിചാരിക്കണ്ട. നിന്നെ നാട്ടുകാർ കൊന്നോളൂ. ഞാൻ എങ്ങനെ ചത്താലും എന്നെ കത്തിക്കുന്നത് കാലം വേണുമായിരിക്കും. എന്താ ഉറപ്പ്? ആ അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പുഴ ആ കുട്ടിയുടെ വീടിന് അടുത്തുകൂടെയും ഒഴുകുന്നുണ്ടല്ലോ. എന്നിട്ടെന്താ അവൾ ഇവിടെ തന്നെ വന്ന് അലക്കുന്നത്? ഈ പുഴയാരുടെയും സ്വന്തമൊന്നുമല്ലല്ലോ ഇന്ന സ്ഥലത്തെ അലക്കൂന്ന് പറയാൻ. ഓ ശരി. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. താൻ കുറച്ച് മുമ്പല്ലേ കുളിച്ചത്? പുഴയിൽ വെള്ളമല്ലേ കിടക്കുന്നേ. എന്തോരം കുളിച്ചാലും പുഴ തേഞ്ഞൊന്നും പോവില്ലല്ലോ. എന്താ ചൂട്, എത്ര കുളിച്ചാലും മതിയാവൂല. ഇത് ആത്മാവിന്റെ ചൂടാണ് മോനെ, പെട്ടെന്ന് ആറില്ല. ഇത്തവണ അമ്പലത്തിലെ ഉത്സവത്തിന് ഗാനമേള മതിയെന്നാ ഞങ്ങളുടെ അഭിപ്രായം. അത് നടക്കില്ല. കോമഡിയും സിനിമാറ്റിക് ഡാൻസും ഉള്ള സ്റ്റേജ് ഷോയെ ഞങ്ങൾക്ക് താല്പര്യം. അത് അടുത്ത വർഷം നടത്താം. എന്നാ നിങ്ങളുടെ ഗാനവേളയെ അടുത്ത വർഷം നടത്താം. ആ വേല അങ്ങ് കയ്യിൽ വെച്ചാ മതി. എല്ലാരും ഉണ്ടല്ലോ. ക്ഷമിക്കണം, ഞാൻ അല്പം വൈകി. നമസ്കാരം മാഷ്. അത് സാരില്ല മാഷേ. എന്തായി, നിങ്ങളൊരു തീരുമാനത്തിലെത്തിയോ ഉത്സവ പരിപാടികളെ പറ്റി? ഞങ്ങൾക്ക് ഗാനമേളയും ഇവർക്ക് സ്റ്റേജ് ഷോ വേണമെന്ന് പറയുന്ന മാഷേ. രണ്ടും കൂടി നടക്കില്ലല്ലോ. ഞങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റിയിട്ടില്ല. ഇനി മാഷ് പറയും പോലെ ചെയ്യാം. അതെ, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മുഷ്ടിലാവില്ലല്ലോ. ഇല്ല, മാഷ് പറഞ്ഞോളൂ. എന്നെ ആ കൊച്ചിൻ സാഗര നാടക ട്രൂപ്പിൽ ആൾക്കാർ കാണാൻ വന്നിരുന്നു, അറിയാലോ. പണ്ട് നമ്മുടെ ഉത്സവത്തിന് അവരുടെ നാടകം ഇവിടെ സ്ഥിരമായിരുന്നു. ഇപ്പൊ
ഇപ്പോഴല്ലേ ഈ സ്റ്റേജ് ഷോയും മറ്റും വന്നത്. പക്ഷെ മാഷെ നാടകം ഇന്നത്തെ കാലത്ത് ആസ്വദിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഏത് കലയും മഹത്വരാണ്. കൊച്ചിൻ സാഗര ഇന്ന് വളരെ ബുദ്ധിമുട്ടിലാണ്. അതിലെ നടീനടന്മാർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ പോലും വകയില്ലാതെ അവര് നട്ടം തിരിയാണ്. നമ്മൾ പറഞ്ഞ തോക്കി അവരിവിടെ വന്ന് നാടകം കളിക്കും. സമ്മതിക്കട മക്കളെ, കുറച്ച് ആൾക്കാരുടെ ഉപജീവനല്ലേ. അവര് റേറ്റ് പറഞ്ഞോ മാഷേ? നമ്മൾ കണ്ടറിഞ്ഞ് എന്തെങ്കിലും കൊടുക്കുക. അവർക്ക് നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിൽ നാടകം കളിച്ചാ നിറയെ ബുക്കിംഗ് കിട്ടാറുണ്ട് അത്രേ. മാഷയുടെ അഭിപ്രായം എങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ കവലയിൽ പണ്ട് പീടി നടത്തിയിട്ടുള്ള ഒരു ജോസിനെ നിങ്ങൾക്കറിയില്ലേ? അയാളിപ്പോ വയ്യാണ്ട് കിടക്കല്ലേ? അതെ, കിടപ്പിലാണ്. ക്യാൻസറാണ് അസുഖം. നമ്മൾ ഇത്തവണ വെടിക്കെട്ടിന് കരുതി വെച്ചിരിക്കുന്ന പണം കൊണ്ട് ജോസിനൊരു വീടോ? അതെ, ജോസിന്റെ ഇപ്പോഴുള്ള വീട് എപ്പോ വേണമെങ്കിലും താഴെ വീഴും. അയാളും ഭാര്യയും 2 പെൺമക്കളും മാത്രമേ ഉള്ളൂ. ആരും സഹായിക്കാനില്ല. നമ്മൾ ഇത്തവണ ഉത്സവത്തിന് വെടിക്കെട്ട് നടത്തിയ അതിന്റെ പ്രകമ്പനത്തിൽ ജോസിന്റെ വീട് വീഴും. അത്രയ്ക്ക് ദയനീയ സ്ഥിതിയാണ്. വേദനിക്കുന്നവന്റെ കണ്ണീര് കാണാതെ നമ്മൾ ആഘോഷിക്കുന്നത് ശരിയാണോ? ഞങ്ങൾക്ക് എതിർപ്പില്ല മാഷെ. അല്ലെങ്കിലും മാഷ് പറഞ്ഞത് ഞങ്ങൾ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ജോസ് ക്രിസ്ത്യാനിയല്ലേ? ഞങ്ങൾ ഹിന്ദുക്കളെ സഹായിക്കാന്നൊക്കെ പറയുമ്പോ ജോസ് ക്രിസ്ത്യാനിയാണെങ്കിലും മനുഷ്യനല്ലേ, അത് മതി. മാഷ് എന്നാൽ കാര്യങ്ങൾ നീക്കോളൂ, ഞങ്ങൾ കൂടെയുണ്ട്. ആ, നമ്മുടെ മോൻ ഇന്ന് 4 കാലിലാണ്. എത്ര കാലിലാണെങ്കിൽ അവനിവിടെ എത്തിയല്ല. വീഴാതെ ഇവിടെ ഉള്ളടത്ത് വന്നിരിയടാ. ഇവിടെ ഇരിയടാ. ചോറെടുക്കട്ടെ? അതിനിവിടെ എന്താ ഇരിക്കുന്നു? സാമ്പാറും ഞാൻ കഴിച്ചു. ഷാപ്പിന്ന് 2 കപ്പ കരിമീൻ. നീ അതൊക്കെ കൂട്ടി കഴിച്ചോ, ഞങ്ങളല്ലേ പട്ടിണി. ഇത് സ്ഥിരം പരിപാടിയായി പോലോ. എന്തിനാടാ മോനെ നീ ഇങ്ങനെ പിടിച്ച് നശിക്കണം? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ എന്റെ ഉപദേശിക്കരുത്. ആദ്യം കളിച്ചാലുണ്ടല്ലോ, ഞാൻ കാലൻ വിളിച്ചിട്ട് വന്ന് വെള്ളം തരിക്കും. എന്റെ ഈശ്വരാ, ഒന്നേ ഉള്ളൂ, പക്ഷേ നമ്മൾ ഉൾക്കൊണ്ട് അടിച്ചില്ല. ഈ നാട്ടുകാർക്ക് പോലീസിനെയും പട്ടാളത്തിനെയും ഒന്നും പേടിയില്ല. പക്ഷേ വേണുവിനെ പേടിയാണ്. വെറും വേണുവല്ല, കാലൻ വേണു. ശരിക്കും നിങ്ങൾ കാലനാണോ വേണു? നിങ്ങൾ കൊടുക്കണ വെള്ളത്തിൽ വിഷം വല്ലതും ചേർക്കണുണ്ടോ? ആളുകൾ അപ്പം തന്നെ ചാവാൻ. ഞാൻ വിഷം ചേർക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അതില്ല.
ശരിക്കും നോക്കിയാൽ എന്നേക്കാൾ വലിയ കാലം നീയാ. ഞാൻ മരിക്കാറായവരെ വെള്ളം കൊടുത്തു കൊല്ലുന്നു, നീ മരിക്കാൻ സമയമാകാത്തവരെ വെട്ടിക്കൊല്ലുന്നു. ഞാൻ പണത്തിന് വേണ്ടിയാ കാലനാകുന്നത്. വേണുവോ? ചില നേരത്ത് മരണം ഒരു അനുഗ്രഹമാണ്. ഞാൻ ആ അനുഗ്രഹത്തിന് ഒരു കാരണക്കാരനാകുന്നു എന്ന് മാത്രം. ഞാനിന്ന് പോകും, ഒരു പണിയുണ്ട്. പോയിക്കോളൂ, വരാനുള്ളത് തടയാൻ എനിക്കാവില്ലല്ലോ. വേണു 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 മാഷേ, ഭാസ്കര മാഷേ, മാഷ് അച്ഛൻ ഇവിടെ ഇല്ല. എവിടെ പോയി? കുറച്ച് ദിവസമായി കണ്ടിട്ട്. ഇവിടെ ഇല്ല, ഒരു ബന്ധുവീട്ടിൽ പോയതാ കല്യാണത്തിന്. മാഷ് വന്നാ ഞാൻ വന്നു എന്ന് പറയണം. ഒരു സോഡ. എന്താ സുഖല്ലേ? അസുഖമൊന്നുമില്ല. കാലത്ത് തന്നെ കച്ചവടം കളയാൻ ഓരോരുത്തർ കയറി വന്നോളും. ഒരു കാജ. കാജ.
നിമിഷ ഒരു ഗ്ലാസ് വെള്ളം. അച്ഛൻ എങ്ങനെയുണ്ട്? ഇപ്പൊ പനിക്കണില്ല. ആ പിന്നെ ഇന്ന് അച്ഛനെ കാണാൻ ആ കാലമേണു വന്നിരുന്നു. എന്നിട്ട് ഞാൻ അച്ഛൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. അച്ഛനും അയാളും വലിയ കൂട്ടുകാരല്ലേ? അതിന് വയ്യാണ്ട് കിടക്കണവർക്ക് കാണാൻ പറ്റിയ ആളാ ഈ കാലമേണു. ഈ നാട്ടിൽ എല്ലാവർക്കും അയാളെ പേടിയാ, പ്രത്യേകിച്ച് പ്രായമായവർക്ക്. നമ്മുടെ അച്ഛന് മാത്രം അയാളെ വലിയ കാര്യ. അയാൾ ഒരു മനുഷ്യനല്ലേ? അയാളെ മനുഷ്യനൊന്നുമല്ല, കാലം തന്നെയാ. അതെ, വാരിത്ത് വളപ്പിലെ മീനാക്ഷിയമ്മ വയ്യാണ്ട് കിടക്കുമ്പോ ഇയാള് വന്ന് വെള്ളം കൊടുത്ത് ഉടനെ മീനാക്ഷിയമ്മ കണ്ണടച്ചത് ഞാൻ കണ്ടതാ. അയാള് മനുഷ്യനാണെങ്കിൽ ഏട്ടൻ അയാളുടെ നിന്ന് ഇത്തിരി വെള്ളം വാങ്ങി കുടിക്കേ. ധൈര്യം ഉണ്ടായിന്. അല്ല, അയാൾ വന്ന് അച്ഛൻ അറിഞ്ഞോ? ഇല്ല, അച്ഛൻ ഉറങ്ങിയായിരുന്നു. നന്നായി. അല്ലേലും പിള്ളേരെ പറഞ്ഞിട്ടെന്തിനാ? അത് വാങ്ങി കൊടുക്കുന്ന വീട്ടുകാരെ പറഞ്ഞാൽ മതി. മക്കളെ കൊല്ലാൻ ബൈക്കും മേടിച്ചു കൊടുത്ത് കാശ് കളനെന്തിനാ? വല്ല വിഷം മേടിച്ചു കൊടുത്ത പോരെ? തലതെറിച്ച മക്കളും തലക്കകത്തൊന്നുമില്ലാത്ത മാതാപിതാക്കളും, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വേണു ഉറക്കത്തിലാണോ? എന്താ സാറേ? ഞങ്ങൾ എന്തിനാ വരണമെന്ന് വേണുവിന് അറിഞ്ഞൂടെ? എവിടെ ശവം? ടൗണില് പാലത്തിന്റെ അടിയിൽ. ഇത്തിരി പഴക്കമുണ്ട്. നമുക്ക് പോവാലോ വേണു? അവിടെ SP ഒക്കെ വെയിറ്റിംഗ് ആണ്. പോവാം. ഇന്ന് എവിടെയാണാവോ ശവം പൊന്തിരിക്കണത്? എന്നാലും കാലമേടുവിനെ സമ്മതിക്കണം കേട്ടോ. കഴിഞ്ഞ കൊല്ലം കാട്ടിപ്പോയി തൂങ്ങിച്ചെത്ത നമ്മുടെ ചന്ദ്രന്റെ മകന്റെ ശവം അവൻ ഒറ്റയ്ക്ക് ആ മരത്തിൽ നിന്ന് താഴെ ഇറക്കിയത്. ചന്ദ്രന്റെ മോന്റെ ശവത്തിന്റെ ഒരു അവസ്ഥയായി. മരിച്ച 7-ന്റെ അന്നല്ലേ കിട്ടിയത്. പുഴക്കരിച്ച് ആകെ വികൃതായിട്ട് ചിന്തിക്കാൻ വയ്യ. അന്ന് ആ ശവം കണ്ട് പോലീസുകാർ വരെ എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നുപോയി. അന്ന് ആ പുഴു അരിക്കണ ശവം വേണു കയ്യിലെടുത്ത് ആംബുലൻസ് കയറ്റണ രംഗം ഇപ്പോഴും മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. പക്ഷെ ഇതിനൊന്നും 10 പൈസ അവൻ കൂലി വാങ്ങില്ല. അവന് കാശിന്റെ ആവശ്യമില്ലെന്നാ പറയുന്നത്. അവന് ജീവിക്കാനുള്ളത് അവൻ കാട്ടിൽ നിന്ന് പച്ചമരുന്ന് പറിച്ചു വിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അവന് പോലീസ് സ്റ്റേഷനിലൊക്കെ ഭയങ്കര പിടിയാ. പോലീസുകാർക്കൊക്കെ എന്ത് സ്നേഹമാണെന്നോ. ഇന്നാളൊരു ദിവസം സർക്കിൾ ഇൻസ്പെക്ടർ അവനെ റോഡിൽ തടഞ്ഞു നിർത്തി ലോഹ്യം ചോദിക്കുന്നു. ഞാൻ കണ്ടതാ. സംഗതി അവൻ നല്ലവൻ തന്നെയാ, ആർക്കും ഒരു ഉപദ്രവവും ഇല്ല. പക്ഷെ അവന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിച്ചാ അതോടെ തീരും. അത് മരിക്കാറോ വാങ്ങിച്ചു കൊടുത്താലേ പ്രശ്നമുള്ളൂ. എന്നാ തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കുടിക്കും. ഒരു 100 രൂപ ബെറ്റ്. അതിപ്പോ ജോസ് എവിടുന്നാ? മെഡിക്കൽ കോളേജിൽ പോയതാ. എന്താ ഡോക്ടർ പറഞ്ഞത്? അടുത്ത ആഴ്ച കീമോ ചെയ്യാൻ ചെല്ലണം. മരുന്നൊക്കെ കഴിക്കണില്ലേ? മരുന്ന് കഴിഞ്ഞാ പറയണം. മരുന്ന് കഴിയുമ്പോഴേക്കും മാഷ് കൃത്യമായിട്ടെല്ലാം വാങ്ങി തരാറുണ്ടല്ലോ. വേണ്ട വേണ്ട വേണ്ട, അവിടെ തന്നെ ഇരുന്നോ. പിന്നെ ജോസേ, നിങ്ങൾക്കുടനെ പുതിയ വീട് പണി തരാൻ തീരുമാനമായിട്ടുണ്ട്. അയ്യോ മാഷെ, ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് വേണ്ടി എന്തോരം പൈസ ചെലവാക്കണത്. വീടൊന്നും വേണ്ട മാഷെ, ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞോളാം. അതിനിതൊന്നും എന്റെ കാശല്ല, അമ്പല കമ്മിറ്റിക്കാരാ വീട് പണി തരുന്നത്. മാഷേ എന്നാലും ഒന്നും പറയണ്ട. ഒന്നിങ്ങോട്ട് വരൂ, വാ.
ദൈവം ചിലപ്പോൾ മണ്ണിൽ മനുഷ്യാവതാരം എടുക്കാറുണ്ട്. അതാണ് മാഷ്. ജോസിനെ ആശുപത്രി കൊണ്ടുപോയ വാടക എത്രയാണ്? 500 മതി. ആ ആ. അടുത്ത ആഴ്ച കീമോക്ക് താൻ തന്നെ കൊണ്ടുപോയാൽ മതി. കാശ് വാങ്ങണ്ട, കാശ് ഞാൻ തരാം. ശരി മാഷെ. ആ എന്നാ പോയിക്കോ. ആ എന്നാ ജോസ് പോയിക്കോ. ജോസ് ചെന്ന് വിശ്രമിച്ചു. ശരി മാഷെ. ആ ഏ. ഇതെന്താണോ ഇത്? ദേഹത്ത് തേക്കണം മണ്ണെണ്ണയോ? അതെ. ഇതെന്തിനാ? ഇന്ന് നമ്മുടെ ടൗണിലെ പുഴയിലെ പാലത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു ശവം എടുക്കണ്ടായിരുന്നു. നന്നായി ചീഞ്ഞുണ്ടായിരുന്നു. അതിന് മണ്ണെണ്ണ തേക്കണത് എന്തിനാ? ആ ശവത്തിൻ്റെ മണം പോകാനും പിന്നെ അണുക്കൾ ചാവാനും വേണ്ടിയാ. അപ്പൊ തന്റെ ആന്റിസെപ്റ്റിക് ലോഷൻ മണ്ണെണ്ണയാണല്ലേ? പുഴു അരിക്കണ ശവങ്ങളെ എത്ര എണ്ണം ഞാൻ വാരിയെടുത്തിട്ടുണ്ടെന്നറിയോ? ഒരാളും വരില്ല സഹായിക്കാൻ. ഈ 2 കൈ കൊണ്ട് ചിഞ്ച് ശരീരം കോരിയെടുത്ത് നെഞ്ചോട് ചേർത്താ ഞാൻ ആംബുലൻസിൽ കയറ്റാൻ. പക്ഷേ ഇന്നേ വരെ ഒരു ചൂടുകുരു പോലും എൻ്റെ ദേഹത്തുണ്ടായിട്ടില്ല. അത് ശരി. അപ്പൊ തന്റെ മണ്ണെണ്ണക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നുല്ലേ? താൻ എന്നെ കാണാൻ വീട്ടിൽ വന്നിരുന്നുല്ലേ? എനിക്ക് പനിയായിരുന്നടോ. 4 ദിവസം പനിച്ചു. താൻ വരുമ്പോ ഞാൻ ഗുളികയുടെ ക്ഷീണത്തിൽ ഉറങ്ങായിരുന്നു. ഞാൻ മാഷെ അടുപ്പിച്ച് കാണാണ്ടായപ്പോൾ അന്വേഷിച്ചു വന്നതാ. എൻ്റെ മരുമകള് ഞാൻ അവിടെ ഇല്ലാന്ന് കള്ളം പറഞ്ഞു അല്ലേ? എനിക്കറിയായിരുന്നു മാഷ് അവിടെ ഉണ്ടായിരുന്നു. പടിയിൽ മാഷിന്റെ ചെരുപ്പ് ഞാൻ കണ്ടിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാഷെ. ഞാൻ കാലനല്ലേ മാഷെ. ആര് പറഞ്ഞോളൂ? താൻ കാലിലൊന്നുമല്ല. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് താനാ. തന്നെ കള്ളം പറഞ്ഞ് മടക്കിയതിന് അവർക്കൊരു സമ്മാനം ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ വരുന്ന ശനിയാഴ്ച എൻ്റെ പിറന്നാളാ. താൻ വരണം. അത് തന്നെ മാത്രമേ ഞാൻ ക്ഷണിക്കണുള്ളൂ. അയ്യോ അത് വേണ്ട മാഷെ, അത് ശരിയാവില്ല. ശരിയാവും. താൻ വന്നേ പറ്റൂ. ദേ താൻ വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല മാഷെ. എന്നാ പിന്നെ തൻ്റെ മണ്ണെണ്ണത്തേപ്പും കുളിയൊക്കെ നടക്കട്ടെ. അപ്പം മറക്കണ്ട, ശനിയാഴ്ച കേട്ടോ. ആ നോക്കിയും കണ്ടൊക്കെ വേണ്ട മോനെ വണ്ടി ഓടിക്കാൻ. താൻ തന്നെ കാര്യം നോക്കിയാൽ മതി. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം.
പോയി ചാവാൻ കിടക്കണ എല്ലാവരും ഉണ്ടെങ്കിൽ ആരും വെള്ളം കൊടുത്ത് കൊല്ലാതെ നോക്ക്. എപ്പോ വന്നു? പുറത്ത് എന്ത് പറ്റി? കാര്യമായിട്ട് എന്തോ ഉണ്ട്. നീ എപ്പോഴാ വന്നത്? കുറച്ച് നേരമായി. എന്താ പുറത്ത്? തൊഴിലിന്റെ ഭാഗമായിട്ട് ചില കലാപരിപാടികൾ, അത്രേ ഉള്ളൂ. കൊടുത്തത് കുറച്ച് തിരിച്ചു കിട്ടി തുടങ്ങിയല്ലേ? നിനക്ക് ഓർമ്മയുണ്ടോ ആദ്യം നീ എന്നാ ഇവിടെ വന്നേന്ന്? 6 വർഷം മുന്നേ ഒരു രാത്രിയിൽ പോലീസ് നിന്നെ ഓടിച്ചപ്പോൾ ഒളിച്ചിരിക്കാൻ ഓടിക്കയറിയതാ നീ ഇവിടെ. അച്ഛനും അമ്മയും ബന്ധുക്കളുമില്ലാത്ത നീ ഈ ശ്മശാനത്തിൽ എന്നെ പോലെ ജീവിച്ചിരിക്കുന്ന രണ്ടാമത്തെ ശവമായി ഇവിടെ കൂടി. ഉപദേശം നിനക്കിഷ്ടമല്ലെന്നറിയാം. ഞാൻ ഉപദേശിക്കില്ല, എനിക്കതിനുള്ള വിവരവുമില്ല. എന്നെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി കാണുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് നീയും, പിന്നെ ഭാസ്കര മാഷും. എനിക്കാകെയുള്ള ബന്ധുക്കളും നിങ്ങളാ. നിങ്ങൾക്ക് എന്ത് പറ്റിയാലും അതെനിക്ക് പറ്റുന്നത് പോലെ. ശ്രദ്ധിക്കണം, തിന്മ എല്ലാ കാലത്തും വിജയിക്കണമെന്നില്ല. ഞാൻ നിങ്ങളുടെ സഹോദരനായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല. നിനക്കിനി വേണോ? നാളെ എനിക്കൊരു പിറന്നാൾ സദ്യയുണ്ട്. ആരുടെ? നിങ്ങളെ ഈ നാട്ടുകാർ പിറന്നാളിനൊക്കെ വിളിക്കേ? നമ്മുടെ മാഷിന്റെ പിറന്നാളെന്നാണ്. നാളെ ഞാൻ പോണോടാ. നിങ്ങൾ പോണം. പോലെ പിന്നെ ഉറപ്പായും പോണം. പോവാ.
നിങ്ങളങ്ങനെ രാവിലെ തന്നെ പോയത്? ഉറക്കം കഴിഞ്ഞെണീറ്റപ്പോ ആളെ കാണാനില്ല. ഞാൻ തുണിപ്പീടികയിലൊന്ന് പോയതാ. കട തുറക്കാൻ വൈകി. തുണിപ്പീടികയിൽ എന്താ പരിപാടി? മാഷിൻ്റെ പിറന്നാളിന് പോകാൻ ഞാനൊരു വെള്ളമുണ്ട് വാങ്ങി. എനിക്ക് കാവ്യമുണ്ട് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ മാഷിക്കൊരു ഷർട്ടും. മാഷിക്കൊരു മുണ്ട് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ പൈസ കഴിഞ്ഞു. ഓ, നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ ഞാൻ തരില്ലേ? ചോര വീഴ്ത്തിയിട്ടുള്ള കാശ് എനിക്ക് വേണ്ട. നിങ്ങൾ വാങ്ങൂലെന്നറിയാം, എന്നാലും പറഞ്ഞതാ. എന്നാ നിങ്ങൾ പോയി പിറന്നാൾ സദ്യയൊക്കെ കൊണ്ടിട്ട് വാ, ഞാൻ പോവാ. എങ്ങോട്ട് പോണോ ഈ മുറിവും വെച്ച്? ഏറ്റെടുത്ത പണി ഒരെണ്ണം കൂടെ ഉണ്ട്. അത് വേണോടാ. ഞാൻ ചിലതെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. ഈ പണിയിൽ എനിക്ക് ഇത്തിരി കാശ് കിട്ടും, പിന്നെ ഞാൻ ഈ പണിക്ക് പോകില്ല. ഇനിയുള്ള കാലം വേണുവിൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ പരിപാടി. സീനിയർ കാലനായിട്ട്. ഡാ ശരി വേണു, ഞാൻ പോയിട്ട് വരാം. മാഷേ കേറി വാ. ഞാൻ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എന്താ ഇത്? എനിക്ക് തന്റെ വക പിറന്നാൾ സമ്മാനോ? സന്തോഷായി. വാ, ഊണ് കഴിക്കാം. മാഷേ വാടോ, കേറി വാടോ. വാ. മോളെ, ഇതാണ് വേണു. ഇവനെ എനിക്ക് പിറന്നാൾ സമ്മാനായിട്ടാ വന്നത്. ഇതാ ആ തുണ്ടേക്ക്. ഇരിക്കടൂ. ഇരിക്കേ ഇരിക്കേ ഇരിക്കടോ. മോളെ, ആ ഇലയും കൊണ്ടെടുത്തോ. വിളമ്പിക്കോളൂ. വിളമ്പി കൊടുക്ക്. ആദ്യം വേണുവിന് കൊടുക്ക്. മോളെ, ഒരു പപ്പടം എടുത്തു കൊടുക്ക്. കഴിക്ക്. പായസം ഒഴിച്ചു കൊടുക്കും മോളെ. ഇരിക്കടൂ. നമുക്കിനി കുറച്ചു നേരം വർത്തമാനം പറയാം. ഇല്ല മാഷേ, എനിക്ക് പോണം. തിരക്കുണ്ട്, എനിക്ക് അവിടെ കുറച്ച് പണിയുണ്ട്. ഓ, എന്നാ പിന്നെ ഞാൻ ഒഴിവുപോലെ അങ്ങോട്ട് വരാം. ഞാൻ ഇറങ്ങട്ടെ മാഷേ. അച്ഛനീ ചെയ്തത്ര ശരിയായില്ല. എന്ത്? എന്റെ സുഹൃത്തിനെ പിറന്നാളിന് വിളിച്ചതോ? സുഹൃത്ത് അച്ഛൻ നില മറന്നു. വേണു പിടിച്ചുപറിക്കാരനല്ല, കള്ളക്കടത്തുകാരനും അല്ല, പെണ്ണുപിടിയനും അല്ല, കള്ളുകുടിയനും അല്ല. ദുശീലങ്ങളൊന്നും അവനില്ല. പിന്നെ എന്താ? എന്നാലും എടാ, നീ ജോലിക്ക് പോകുന്നത് ശമ്പളത്തിന് വേണ്ടിയല്ലേ? അതെ. എന്നാ വേണു കാശിനല്ല അവന്റെ ജോലി ചെയ്യണത്. നിങ്ങൾക്കറിയോ, അവിടെ ദഹിപ്പിക്കുന്നതിന് മരിച്ചവരുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് പഞ്ചായത്തിൽ അടയ്ക്കേണ്ട വിറകിന്റെ കാശ് മാത്രമേ വേണു വാങ്ങൂ.
തീരെ പാവപ്പെട്ടവരാണെന്ന് തോന്നിയ അവൻ അതും വാങ്ങാറില്ല. പകരം അവൻ പച്ചമരുന്ന് പറിച്ച് വിറ്റ് കിട്ടുന്ന കാശ് പഞ്ചായത്തിലേക്ക് അടയ്ക്കും. അതാണ് വേണു. ഈ വേണുവിന് വീട്ടുകാരാരുമില്ലേ? അവന് 5 or 6 വയസ്സുള്ളപ്പോഴാ അവൻ ഈ നാട്ടിലെത്തിയത്. കിണറുപണിക്കാരനായിരുന്നു അവൻ്റെ അച്ഛൻ. അമ്മ അവൻ ജനിച്ച ഉടനെ മരിച്ചു. നമ്മുടെ അമ്പലത്തിൻ്റെ അപ്പുറത്തെ രാമൻ്റെ വീട്ടിൽ കിണറ് കുത്തുന്നതിനിടക്ക് മണ്ണിടിഞ്ഞ് വീണാണ് അവൻ്റെ അച്ഛൻ മരിച്ചത്. അന്ന് ഇപ്പൊ വേണു നിൽക്കുന്ന പഞ്ചായത്ത് വക ശ്മശാനത്തിൽ ഒരു വേലായുധനായിരുന്നു ഇപ്പോ വേണു ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്തിരുന്നത്. വേണുവിൻ്റെ അച്ഛനെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് അവിടെ ദഹിപ്പിക്കാൻ കൊണ്ടുപോയി. അവിടെ ദഹിപ്പിക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാവരും പോയി. 6 വയസ്സുകാരൻ വേണു അവൻ ഒറ്റയ്ക്കായി. അന്ന് അവനെ കണ്ട് മനസ്സലിവ് തോന്നിയ വേലായുധൻ അവനെ കൂടെ കൂട്ടി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന വേണു ഉണ്ടായത്. അപ്പോൾ ഈ വേലായുധൻ? വേണുവിന് 20 വയസ്സുള്ളപ്പോ വേലായുധൻ മരിച്ചു. പിന്നെ വേണുവായി കാര്യങ്ങളൊക്കെ. അവനിവിടെ വന്ന കാലം തൊട്ടേ അവനെയും അവൻ്റെ നന്മകളെയും എനിക്കറിയാം. ആരെന്തു പറഞ്ഞാലും അവൻ എൻ്റെ സുഹൃത്ത് തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല. നമുക്ക് വല്ല വീട്ടിൽ പറഞ്ഞു പോവാന്ന്. അവിടെ നിക്കുന്നു. ഇങ്ങോട്ട് നോക്കത്ത്. അങ്ങനെ പോയാലേ എങ്ങനെ? നമുക്ക് വല്ല വീട്ടിൽ പറഞ്ഞിരിക്കാൻ കൊച്ചെ. ഗ്രേസിക്കൊച്ചി അവിടെ നിക്കണേ. നിക്കണേ. എന്താ കുട്ടി പേടിക്കണത്? നിന്നെ ഞാൻ കെട്ടാന്ന്. നിന്നെ ഞാൻ കെട്ടാ. ജീവൻ പോയതിന് മാത്രമല്ല, ജീവനുള്ളതിനെ വേണു കത്തിക്കും. കേട്ടോടാ? പെൺകുട്ടികളോട് വേണ്ടാട്ടോ നിന്റെ അക്രമം. നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ പെണ്ണുങ്ങള്? എപ്പോഴും ഇങ്ങനെ തന്നെ നോക്കി നിൽക്കണം കേട്ടോ? വേണ്ടാന്ന് വെച്ചിട്ടാ അവൻ നമ്മളോട് സംസ്കാരമില്ലാതെ പെരുമാറിയെന്ന് കരുതി നമ്മൾ മാന്യന്മാർ അങ്ങനെ പെരുമാറണമെന്നില്ലല്ലോ. അത് നമ്മുടെ സുരേഷാണല്ലോ. ഏത് സുരേഷ്? നമ്മുടെ കല്ലുമണിക്കാരൻ സുരേഷോ? അവൻ തന്നെ. അവന്റെ മോനെ ആശുപത്രിയിൽ നിന്ന് മടക്കിയിട്ടുണ്ടാവും. ഇനി ഒന്നും ചെയ്യാനില്ലെന്നാ ഡോക്ടർമാർ പറഞ്ഞേ. ഒക്കെ ആ ചെക്കന്റെ കുരുത്തക്കേട് കാരണം പറ്റിയതാ. പാവം സുരേഷ്. എന്തായിരുന്നു ആ ചെക്കന്റെ ബൈക്കിന്മേലുള്ള പോക്ക്? അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച്. ഇവൻ ചെന്ന് കയറിയ കാറുണ്ടല്ലോ, ഒന്ന് കാണേണ്ടത് തന്നെയാണ് മക്കളെ. കാറിന്റെ മുൻവശം ആകെ തകർന്ന് തരിപ്പണായിരിക്കുക. ചെറുപ്പം മുതലേ സുരേഷ് അവനെ വല്ലാണ്ട് ലാളിച്ചാ വളർത്തിയത്. അമ്മയില്ലാത്ത കുട്ടിയല്ലേ. ചെക്കൻ എന്ത് പറഞ്ഞാലും അവൻ വാങ്ങിക്കൊടുക്കും. എന്തായാലും സുരേഷ് ഇതുവരെ ഉണ്ടാക്കിയതൊക്കെയും ആശുപത്രിക്കാർ കൊണ്ടുപോയി. കുറെ ദിവസമായില്ലേ ആശുപത്രി കിടക്കുന്നേ. സംഗതി ആ ചെക്കൻ കുഴപ്പക്കാരനാണെങ്കിലും ഇപ്പോഴത്തെ കിടപ്പ് കണ്ട വളരെ സങ്കടാവും. തന്തയും തള്ളയും പറയണത് മക്കള് കേൾക്കണം. മക്കള് പറയണത് തന്തയും തള്ളയും കേട്ടാ കഴിഞ്ഞു. ആ എന്താടാ? വേണോട്ടോ, ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. ഈ പ്രേതം ശരിക്കും ഉണ്ടോ? എനിക്കറിയില്ല. രാത്രി ചുടുള്ള കാട്ടിൽ ഒറ്റ കിടക്കുമ്പോ പേടിയാവില്ലേ?
ഞാനെന്തിനാ പേടിക്കണത്? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. അവിടെ ഞാൻ കത്തിച്ച് മുകളിലേക്ക് വിട്ടവരുണ്ടല്ലോ. ആരാ സാറേ? അജ്ഞാതനാണോ? ഏയ്, അജ്ഞാതനൊന്നുമല്ല. എന്തായാലും ഞങ്ങൾ പോലീസുകാരുടെ സ്ഥിരം തലവേദന ഒഴിഞ്ഞു. ടൗണിലെ ചേരിയില് ഗുണ്ടാസങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ചത്തതാ. ഇവൻ ചാകണേന് മുന്നേ ഒരു കത്തെഴുതി പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വായിക്കാനറിയില്ല. ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾക്ക്, ഇരുമ്പ് രവി എന്ന ഞാൻ എന്നെങ്കിലും ആരുടെയെങ്കിലും കൈകൊണ്ട് വഴിയിൽ കിടന്ന് തീർന്നാൽ എൻ്റെ ശവം പുല്ലൂർ പുഴയുടെ തീരത്തുള്ള പഞ്ചായത്ത് വക ശ്മശാനത്തിലെ കാലൻ വേണു എന്ന എൻ്റെ സ്വന്തം വേണുവിനെ ഏൽപ്പിക്കണം. ഞാൻ എങ്ങനെ ചത്താലും എന്നെ കത്തിക്കുന്നത് കാലം വേണുമായിരിക്കും. എന്താ ഉറപ്പ്? ആ, അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അവനറിയായിരുന്നു അവന്റെ അവസാനം. സാറേ, എനിക്ക് വേറൊരു ഓട്ടം ഉണ്ടായിരുന്നു. വേണേട്ടാ, ഞങ്ങൾക്ക് ഈ വണ്ടിയിൽ തിരിച്ചു പോകാനുള്ളതാ. ഞങ്ങളിനി പോയിക്കോട്ടെ. ഗ്രേസിക്ക് അറിയില്ലായിരുന്നോ അവൻ എന്തായാലും ജോലിയെന്ന്? ഇല്ല. കർമ്മഫലം തടുക്കാൻ നമുക്കാവില്ല ഗ്രേസി. എല്ലാം മറന്ന് നല്ല കുട്ടിയാവണം. അപ്പച്ചൻ്റെ അവസ്ഥ അറിയാലോ. അപ്പച്ചനെ അമ്മച്ചിയും ഒരിക്കലും വേദനിപ്പിക്കരുത്.
2 ചായ. ആഹാ ദേ പാല് ചൂടാകുന്നതുള്ളൂ, ഇപ്പൊ തരാം. അല്ല നേരത്തെ രണ്ടാളും കൂടെ വടക്കോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഭാസ്കരമായിട്ട് ഒന്ന് കാണാൻ പോയതാ. ആ എങ്ങനെയുണ്ട് മൂപ്പർക്ക്? അതേ കിടപ്പന്നെ, ഒരനക്കമില്ല. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ നോക്കും. നമുക്കൊട്ട് ഒന്നും മനസ്സിലാവില്ല. ഹോ, എങ്ങനെ നടന്ന ഒരു മനുഷ്യനാ. അന്ന് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി പ്രഷർ കൂടിയിട്ട് വീണതാ. ഈ പ്രശ്നം എന്ന് പറയുന്ന സാധനം ഇത്ര പ്രശ്നമാണെന്ന് നാം മാഷ് വീണപ്പോഴാണ് അറിയുന്നത്. എന്തായാലും ആയുസ് കൊടുക്കണേ ഭഗവാനെ. മാഷക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ നഷ്ടം ഈ നാടിനും നാട്ടാർക്കുവാ. ഭാഷ ഒരിക്കൽ കൂടി എന്നെ ജോസെന്നൊന്ന് വിളിക്കുമോ? ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം ഈ കിടക്കണ എൻ്റെ ഭാഷ ഇല്ലായിരുന്നെങ്കിൽ ഈ ജോസ് എന്നേ മരിച്ചു പോയനെ. എൻ്റെ ജോസേട്ടന് മരുന്ന് വാങ്ങി തന്നതും ഞങ്ങൾക്ക് വീട് വെച്ച് തന്നതും ഒന്നും മറക്കാൻ പറ്റില്ല. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാഷിന് ദീർഘായുസ് കൊടുക്കണേ. അച്ഛൻ ഉറങ്ങി, ഗുളികയുടെ ക്ഷീണ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. എന്നെക്കൊണ്ട് ഒന്നിനും പറ്റിയിട്ടില്ല. എങ്കിലും മാഷക്ക് വേണ്ടി എൻ്റെ ജീവൻ തരാനും ഞാൻ തയ്യാറാണ്. പോവാം. നമുക്ക് അമ്പലത്തിന്റെ ഗോപുരത്തിന്റെ പുനർനിർമ്മാണത്തെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? അതിന് പ്രത്യേക കമ്മിറ്റി കൂടി തീരുമാനം എടുക്കേണ്ടതാ. മാഷ് ഇങ്ങനെ കിടക്കണ കാരണം ഒന്നിനും ഒരു ഉഷാറില്ല. ശരിയാ. എന്തിനാണാവോ? മാഷ്, അച്ഛൻ മയക്കത്തിലാണ്. ഞാൻ മാഷെ ഒന്ന് കണ്ടോട്ടെ? പറ്റില്ല. അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് വേണു കാണണ്ട. ഞങ്ങൾക്ക് പേടിയാ. ഞാൻ കണ്ട മാഷക്കൊന്നും പറ്റില്ല. ഈ നാട്ടിലെ മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്ക് വേണുവിനെ പേടിയാണ്. അത് വേണുവിനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. വേണു ഇപ്പൊ മടങ്ങിപ്പോണം. അപേക്ഷയാണ്. ഞാൻ വേണമെങ്കിൽ വേണുവിന്റെ കാല് പിടിക്കാം.
ഞങ്ങൾ വേണേട്ടനെ കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? ഞങ്ങളുടെ കൂടെ വീട് വരെ ഒന്ന് വരണം. പ്രായമായ ആളാണോ? അല്ല, 19 വയസ്സുള്ളൂ. ഇവന്റെ ചേട്ടൻ്റെ മോനാ. ബൈക്ക് അപകടമായിരുന്നു. കുറേ ദിവസമായി കിടക്കുന്നു. നീ ആ കല്ലുവെട്ടുകാരൻ സുരേഷിൻ്റെ അനിയനല്ലേ? അതെ. നമുക്കെന്നാ പോയാലോ? പോവാം. ഇവരകത്ത് കിടക്കുന്ന ആളുടെ കൂട്ടുകാരാവും അല്ലേ? അതെ. എൻ്റെ മോനെ ഈ കഷ്ടപ്പാടുന്ന് രക്ഷിക്കടാ വേണു. എൻ്റെ മോന് ഞാൻ ആ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാവായിരുന്നില്ല. കുറച്ച് വെള്ളം തന്ന് എന്നെയും കൂടി കൊല്ലടാ വേണു. നമ്മളെ ഇങ്ങോട്ട് അയച്ചവൻ തീരുമാനിക്കാതെ ഇവിടുന്ന് ഒരു മടക്കയാത്രയില്ല. അതിനി ഏത് കാലം വിചാരിച്ചാലും നടക്കില്ല. താൻ തന്നെ കാര്യം നോക്കിയാൽ മതി. എൻ്റെ കാര്യം നോക്കിയാൽ എനിക്കറിയാം. പോയി ചാവാൻ കിടക്കുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ ആരും വെള്ളം കൊടുത്ത് കൊല്ലാതെ നോക്കും. അത് അമ്പലത്തിലെ പുണ്യാഹമാണ്. മക്കളെ, വീട്ടുകാരെ കരയിക്കില്ലേ? ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ പൊക്കോളാം. അറിഞ്ഞോ, മാഷിന് അധികന്ന്. ഞങ്ങൾ ഇന്നലെ പോയി കണ്ടിരുന്നു. മാഷിന്റെ വീട്ടുകാര് കാലം വേണുവിനെ വിളിക്കാൻ പോവാത്രേ. കാലം വേണുവിനോ? വേണുവിനെ വിളിക്കാൻ ആള് പോയിണ്ട്. എത്ര ദിവസമാന്ന് വെച്ചിട്ടാ മാഷ് ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടുക? കാലം വേണു വരുമെന്ന് വെച്ചാ വരട്ടെ. മാഷും വേണു നല്ല കൂട്ടായിരുന്നല്ലോ. ഇങ്ങനെ ഒരു കാര്യത്തിന് വേണു വരുമോ? നമുക്ക് മാഷിന്റെ വീട് വരെ ഒന്ന് പോയാലോ? കാലനെ കാണുന്നില്ലല്ലോ. ഇല്ല, ഇപ്പൊ വരും. എന്നാലും നമ്മുടെ മാഷിന് ഗതി വന്നല്ലോ. ഇവിടെ ഇപ്പൊ കൂടിയിരിക്കുന്നവര് ഒരാളെ പോലും മാഷ് സഹായിക്കാത്തവരില്ല. മരണം എല്ലാവർക്കും ഉള്ളതല്ലേ. എന്നാലും മാഷായതുകൊണ്ടാ സങ്കടം. ദേ കാലം വരണുണ്ട്. ഞങ്ങളുടെ മാഷിനെ കൊല്ലരുത്. എനിക്കുള്ളതെല്ലാം ഞാൻ തരാം. എൻ്റെ ജീവൻ എടുത്തോളൂ. പകരം മാഷിന്റെ ജീവൻ എനിക്ക് തരണം.
അച്ഛൻ കണ്ണു തുറന്നു. എന്ത്? ഭാഷ, എന്റെ ഭാഷ. വേണേട്ടാ, വേണോട്ടാ നിക്ക്. ചിലരുടെ സ്നേഹം മരണത്തെ തോൽപ്പിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളത് കണ്ടു. വേണുവേട്ടനും അച്ഛനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്നോട് ക്ഷമിക്കണം. ഇന്നു മുതൽ നിങ്ങൾ എനിക്ക് കാലനല്ല, ദൈവമാണ്. എന്നെ മനുഷ്യനായി കണ്ടാ മതി. വേണു, നീ നമ്മുടെ കവല വഴിക്കല്ലേ പോണത്? ആ, ഞാനും ആ വഴിക്കാം. എല്ലാവരും പറയുന്നത് പോലെ ഈ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഈ കഥ നമ്മൾ ഓരോരുത്തരും പല സന്ദർഭങ്ങളിലായി കണ്ടതാണ്, കേട്ടതാണ്, സ്വയം അനുഭവിച്ചറിഞ്ഞതാണ്. സമ്പാദിക്കാനും വെട്ടിപ്പിടിക്കാനും പരക്കം പായുന്ന നമ്മൾ ഓരോരുത്തരും എല്ലാ നേട്ടങ്ങൾക്കുമൊടുവിൽ എത്തിച്ചേരുന്നൊരിടമുണ്ട്, 6 അടി മണ്ണ്. പണ്ഡിതനും പാമരനും വേർതിരിവില്ലാതെ നമ്മളെ ഇങ്ങോട്ട് അയച്ചവൻ തന്ന ഈ 6 അടി മണ്ണ് മാത്രമാണ് നമുക്കേവർക്കും ഈ ഭൂമിയിൽ സ്വന്തമായുള്ളൂ. ബാക്കി നമ്മൾ നേടുന്നതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ പല വിധത്തിൽ നമ്മെ വിട്ടുപിരിയും. ഈ ഭൂമിയിൽ നമുക്ക്
ആത്മവിശ്വാസത്തോടെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം ഇതാണ്: ജനിച്ചാൽ ഒരു ദിവസം മരിക്കും. അതെ, നമ്മളെല്ലാം മരിക്കും. നമ്മളെ കൊണ്ടുപോകാൻ അവൻ വരും, കാലൻ.